കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8, 11 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ഫരിസേയർ വന്ന് യേശുവുമായി തർക്കിക്കാൻ തുടങ്ങി. അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെട്ടു. അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല. അവൻ അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവമക്കളാകാൻ ആഗ്രഹിക്കുന്ന, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുക്കണം. ഒന്നാമത്തെ കാര്യം ദൈവിക ജ്ഞാനം. യാക്കോബ് 1:5 വലിയൊരു സന്ദേശമാണ്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ പ്രാർത്ഥിക്കട്ടെ, അപ്പോൾ അവർക്ക് ലഭിക്കും. ഈ ഒരു കാര്യം അത് വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും കിട്ടിയിരിക്കും. സോളമൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് ജ്ഞാനവും വിവേകവും. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ പോകുന്ന കാര്യങ്ങളാണ് ജ്ഞാനവും വിവേകവും. എനിക്കത് മതി. ഞാൻ എൻ്റെ പേരിൽ അവൻ എന്തെങ്കിലും നഷ്ടം വന്നോ? മത്തായി 6:33 നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വചനഭാഗമാണ്. നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ജ്ഞാനം അന്വേഷിച്ച് ജ്ഞാനത്തിൻ്റെ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് തരുന്ന അനുഭവം ഉണ്ടാകും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം, നമ്മൾ സഹനങ്ങൾ, പരീക്ഷണങ്ങൾ അത് നമ്മൾ പ്രതീക്ഷിക്കണം. നീ ഒരു ക്രിസ്ത്യാനിയാണോ? ഇത് പ്രതീക്ഷിക്കണം. വിശുദ്ധ അഗസ്തീനോസ് അസന്നിഗ്ധം പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. ദൈവത്തിന് പാപമില്ലാത്ത ഒരു മകനുണ്ടായിരുന്നു, പക്ഷേ സഹനമില്ലാത്തൊരു മകനോ മകളോ ഇല്ല. വേറൊരാളുടെ സഹനമായിരിക്കണമെന്നില്ല നമ്മുടെ സഹനം, വേറൊരാളുടെ സഹനത്തിൻ്റെ അളവനുസരിച്ചായിരിക്കണമെന്നില്ല നമ്മുടെ സഹനം. അതൊക്കെ ദൈവം നിശ്ചയിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഒരു കാര്യം, എത്ര വലിയ സഹനം നമുക്കുണ്ടായാലും ദൈവം നമ്മുടെ കൂടെ നിന്ന് അത് സഹിക്കാനുള്ള കൃപ നൽകും. ഇനി ആ ഒരു കൃപ കിട്ടാനുള്ള കാര്യമാണ് മൂന്നാമത്തെ കാര്യം, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നമുക്ക് എത്ര വലിയ പരീക്ഷണം വന്നാലും അതിനെ അതിജീവിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എത്ര വലിയ സഹനം വന്നാലും അതിനെ മറികടക്കാനുള്ള ഒരു കൃപ അവർക്കുണ്ടാവും. ഈ 3 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനം കൽപ്പിച്ച് കാണേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുമ്പോൾ സഹനങ്ങൾ, പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നിൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചോളെ. ഇനി അതില്ലാതെ, അങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ നീ പോയി കഴിഞ്ഞാൽ കർത്താവിനൊന്നും ശുശ്രൂഷിക്കാൻ പോകുന്നില്ല. ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളാൻ നിനക്ക് സാധിച്ചെന്ന് വരില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവയിൽ നിന്നും ഓടിയകലും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:22 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് പൗലോസിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു. പൗലോസ് പറയാണ്, എനിക്കൊരു ദർശനം ഉണ്ടായി, ആത്മാവിൽ ഒരു വെളിപ്പെടുത്തൽ എനിക്ക് കിട്ടി. ഞാൻ മുമ്പോട്ട് പോയാൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കാരാഗ്രഹം, സഹനം, മരണം, ഇതൊക്കെയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ മുമ്പോട്ടേ പോകത്തുള്ളൂ. നമ്മളാണെങ്കിൽ ഒന്നുകൂടെ ആലോചിക്കും, ഇങ്ങനെ ഒരു അറിവൊക്കെ കിട്ടിയതല്ലേ, അതുകൊണ്ട് രക്ഷപ്പെട്ടാലോ? അതല്ല പൗലോസ് പറഞ്ഞത്. ഇതൊക്കെയാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എങ്കിലും ഞാൻ മുമ്പോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അവന് കർത്തൃ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ പ്രതീക്ഷിക്കേണ്ടത് പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയിട്ടും അവന് തളരാതെ, പുറകോട്ട് പോകാതെ മുമ്പോട്ട് തന്നെ പോകാനായിട്ട് സാധിച്ചത്.
ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം. വർഷങ്ങൾ എത്ര കഴിഞ്ഞു, യേശുവിൻ്റെ കാലത്തുണ്ടായ അതേ കാര്യങ്ങൾ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇന്നും പല ചെറുപ്പക്കാരുടെയും സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, അവരുടെയൊക്കെ മനസ്സിലിരിക്കുന്നത് ദൈവമുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ തെളിവ്. ദൈവം ഈ ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളതിനൊക്കെ തെളിവ്. അതാണ് പലരും ആവശ്യപ്പെടുക. വേണേ കൂട്ടുകാരുടെ പിയർ പ്രഷർ കൊണ്ട് ഇന്ന് പ്രാർത്ഥനയില്ല, ദൈവത്തിൽ വിശ്വാസമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ പൊക്കോണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ കാണും. നമ്മൾ കാണുകയാണ് ഒരു കൂട്ടം ആൾക്കാർ അടയാളം ആവശ്യപ്പെട്ടു. അടയാളം, അതാണ് അവർക്ക് വേണ്ടത്, അടയാളം. കർത്താവ് പറഞ്ഞത് ഈ തലമുറ ഒരടയാളം കാണത്തില്ല. അടയാളത്തിൽ ആശ്രയിച്ച് വിശ്വാസ ജീവിതം നയിച്ചവരെ കർത്താവ് വിശ്വസിച്ചില്ല. അത് യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ കാതലായ സന്ദേശമാണ്. ഒത്തിരി പേര് അടയാളം കണ്ടതിൻ്റെ പേരിൽ വിശ്വസിച്ചു, പക്ഷേ കർത്താവ് അവരിൽ വിശ്വാസം അർപ്പിച്ചില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ സ്നേഹിക്കാൻ പഠിക്കണം. യേശുവിൻ്റെ ആ ഒരു പഠനങ്ങൾ അംഗീകരിക്കാനും അത് ജീവിക്കാനും നമ്മൾ പഠിക്കണം. അതല്ലാതെ അടയാളങ്ങൾ കണ്ടെങ്കിൽ എനിക്കെൻ്റെ വിശ്വാസം ജ്വലിച്ചേനെ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ അടയാളം കണ്ടാലും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അല്ല, ഇടിവെട്ട് അടയാളങ്ങൾ കണ്ട സൗഖ്യങ്ങളും അനുഭവങ്ങളൊക്കെ ഉണ്ടായ വ്യക്തികൾ പിന്നെയും പാപജീവിതം നയിക്കുന്നത് കാണാൻ പറ്റും. അടയാളം കൊണ്ട് ഇങ്ങനെയൊരു പാപരഹിത ജീവിതം നയിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ കാണുകയാണ്, പത്രോസ് അവനൊരു തെറ്റുപറ്റി, അവൻ മനം നൊന്ത് കരയുന്നത് കാണാൻ പറ്റും. ലൂക്ക 22:62 എടുക്കുമ്പോൾ മനം നൊന്ത് കരഞ്ഞു. നല്ലൊരു കുമ്പസാരം നടത്തിയെന്ന് വേണേൽ പറയാം. പക്ഷേ അവനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ കുമ്പസാരിച്ചാലും പിറ്റേ ദിവസം വീണ്ടും കുമ്പസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തിയെന്ന് വരും. ഇതങ്ങനെയല്ല, മരണം വരെ അവനെ ദൈവത്തോട് ചേർത്ത് നിർത്തിയ ഒരനുതാപം. ഇങ്ങനെ ഒരു അനുതാപം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല, ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അടയാളം കണ്ടതുകൊണ്ടല്ല പത്രോസ് അവിടെ ഈ രക്ഷ അത് അനുഭവിച്ചത്, മറിച്ചവൻ അനുതപിച്ചതുകൊണ്ട്, നന്നായിട്ട് അനുതപിച്ചതുകൊണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം എന്നുള്ളത് കർത്താവ് നമ്മെ കൃത്യമായിട്ട് ഇന്നത്തെ വായനകളിലൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യേശുവാകുന്ന, അവൻ്റെ കുരിശുമരണമാകുന്ന, അവൻ്റെ ഉത്ഥാനമാകുന്ന അടയാളം അത് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇതറിയാമായിരുന്നുകൊണ്ടാണ് പൗലോസ് പറഞ്ഞൊരു കാര്യം, ഞാൻ വാക്ചാതുരിയിലോ അടയാളങ്ങളിലോ ഒന്നുമല്ല ഞാൻ ആശ്രയിക്കുന്നത്, മറിച്ച് ക്രൂശിതനായ കർത്താവ് അവനെക്കുറിച്ച് പ്രഘോഷിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ആ സന്ദേശവുമായിട്ടാണ് നിങ്ങളുടെ പക്കലേക്ക് ഞാൻ വന്നത് എന്ന് പൗലോസ്ലീഹ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട്, അത് അനുദിനം ജീവിക്കാനായിട്ട് അവന് സാധിച്ചതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈടുള്ള കാര്യങ്ങൾ, വിലപിടിപ്പുള്ള കാര്യങ്ങൾ അവന് പഠിപ്പിക്കാനായിട്ട് സാധിച്ചത്. ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ ബലിയിൽ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.